എന്തിനാണ് എപ്പോഴും ഈ ഹർത്താൽ വരുമ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിൽ മാത്രം പ്രതികരിക്കുന്നതെന്ന് ഒരു ചോദ്യം ഞാൻ കണ്ടിരുന്നു. ഞാനതിന് ആവർത്തിച്ച് മറുപടി പറഞ്ഞതാണ്. നിങ്ങൾ ഹർത്താൽ വിജയിക്കുന്നത് നിങ്ങളുടെ പെരുപ്പം കൊണ്ടോ ഗുണം കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും അല്ല. നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹർത്താൽ വിജയിക്കും. നിങ്ങൾക്ക് വേണ്ടിയുള്ള ജോലി നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളിൽ തന്നെ നല്ല രീതിയിൽ ഇന്ന് ഹർത്താൽ ഇതാ തുടങ്ങാൻ പോകുന്നു. ഹർത്താലിന്റെ പരസ്യം എന്ന് പറഞ്ഞാൽ ഇതിലെ പ്രേതത്തിന് പരസ്യം കൊണ്ട് കള്ളിയങ്കാട്ട് നീലി ഇന്നിറങ്ങും എന്ന് പറഞ്ഞൊരു പത്രം പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിലെ ആരും പോവില്ല. കേരളത്തിലെ പത്രങ്ങൾ ഇവിടുത്തെ ഹർത്താലുകളൊക്കെ വിജയിപ്പിക്കുന്നതിൽ ഏറ്റവും നല്ല, ഇവിടെ എല്ലാത്തരം പ്രശ്നങ്ങളും കലുഷിതങ്ങളും സ്പർദ്ധകളും ഒക്കെ ഉണ്ടാക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പോലെ തന്നെ ഹർത്താലിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ പ്രചാരകർ കേരളത്തിലെ മാധ്യമം അവർക്കൊരു വാർത്തയാണ്. ഒരുത്തനെ അടിക്കുന്നു, അതവിടെ പോയി കൊണ്ടുവന്നൊരു വാർത്ത. അവരെ സംബന്ധിച്ചോളം അതൊക്കെ ഓരോരോ ഉൽപ്പന്നങ്ങളാണ്. അവർക്കല്ലാതെ പോസിറ്റീവായിട്ടുള്ള എന്നാ ഇത് പാടില്ല, ഇത് ശരിയല്ല, അല്ലെങ്കിൽ പിന്നെ അവരുടെ ഫോട്ടോഗ്രാഫറെയോ അവരുടെ പത്രലേഖനെയോ അവരുടെ വണ്ടിയോ ഒക്കെ തടഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് അസ്വസ്ഥമാണ്. അതങ്ങനെയാണല്ലോ. എന്നാൽ മറ്റുള്ളവർക്ക് വരുമ്പോൾ അവർക്ക് വാർത്തയാണ്. ഞാൻ ഈ പറഞ്ഞ അവിടെ പ്രേതമുണ്ട് എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് പോവില്ല. മുതലക്കുളത്തിൽ ആളുകൾ കുളിക്കാതിരിക്കാനായിട്ട് ആ കുളത്തിൽ മുതല ഉണ്ടാവണമെന്നില്ല, മുതല ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അതാണ് ഭീതി വ്യാപാരത്തിന് ഗുണം. ഇപ്പോൾ ഇറാൻ ഹോർമൂസ് തടയുന്നത് പോലെ അതിന് വലിയ നേവിയുടെ വലിയ സംഭവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഭീതി വ്യാപാരം ബാക്കി കാര്യങ്ങൾ ചെയ്തു. ഇവര് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞങ്ങൾ സ്തംഭിപ്പിച്ചു, ഞങ്ങൾ കുറെ പേരെ ദ്രോഹിപ്പിച്ചു, ഞങ്ങൾ കുറെ അക്രമം കാണിച്ചു, ഞങ്ങൾ എന്തോ മറിച്ചു. നിന്റെ തലക്കല് നിന്റെ കൊട്ടിയ നീ വീശിയ ചുറ്റികയുടെ മറുവശത്ത് നിൽക്കുന്ന മനുഷ്യരോ അവര് ഈ പറയുന്ന ആളിനേക്കാൾ ദയനീയമായ അവസ്ഥയിലുള്ളവർ. ഒരു ക്യാൻസർ പേഷ്യന്റ്, എനിക്ക് ഒരു ക്യാൻസർ പേഷ്യന്റ് ഒരുത്തന്റെ ഒരു അക്രമിയുടെ മുന്നിൽ നിന്ന് കെഞ്ചുകയാണ്, എനിക്ക് പോണം. ഇങ്ങനൊരു അവസ്ഥ ഈ രാജ്യത്ത് ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഇവനെ കാണിക്കണം, ഇത് എന്താണിത്. അവൻ പറയുന്നത്, ഒരാള് പറയുന്നത് ഇതിനകത്താണെന്ന് തോന്നുന്നു. ഒരാൾ പറയുന്ന ആശുപത്രി പോകണമെങ്കിൽ നീ 27-ാം തീയതിയുടെ ചീട്ട് കാണിക്കാം, നിന്റെ ചീട്ടിനകത്ത് ഡേറ്റ് 23 23 ആയതുകൊണ്ട് ഞാൻ വിടില്ല. 28 ആ ദിവസമാണെങ്കിൽ ഞാൻ വിടാവുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനം കൊണ്ടുവരണം. ഒരു രോഗിയോട് പറയാണ് ആ ചീട്ടിലെ തീയതി ഇതാണ്. ഒരു ക്യാൻസർ രോഗി അദ്ദേഹത്തിന്റെ വൈഫും ഒരാളോട് ഒരു അക്രമിയോട് കെഞ്ചേണ്ടി വരികയാണ്. അക്രമി ആർക്ക് നീതി മേടിച്ചു കൊടുക്കാനായിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അത് മാരകമാണ്. ഇത് റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇത് ഏതെങ്കിലും ആളുകൾ അത് അങ്ങനെ കുറെ വാദങ്ങൾ, കുറെ ജാതിവാദങ്ങൾ, ഇരവാദങ്ങൾ, ഇത് ആര് നടത്തിയാലും ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു, വർഷങ്ങളായിട്ട് പറഞ്ഞു. ഞാൻ കുറഞ്ഞൊരു 10 വർഷമായിട്ടെങ്കിലും സംസാരിക്കുന്ന കാര്യം. ആര് നടത്തിയാലും, അത് ഇനി വിദേശത്ത് വന്ന് നടത്തിയാലും, ഇനി ജനിക്കാനിരിക്കുന്നവർ നടത്തിയാലും, ജനിച്ചവർ നടത്തിയാലും എല്ലാം ഒരേപോലെ. ഇതൊക്കെ വളരെ വൈഡായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, ആളുകൾ എന്തെങ്കിലുമൊക്കെ എഴുതുന്നു, അത് ഇനി അടുത്ത തവണ വരുമ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതേ കണക്കുള്ള അക്രമികൾക്ക് ജനാധിപത്യത്തിന്റെ പേരിലും കുറെ നീതിയുടെ പേരിലും അവരാണ് തീരുമാനിക്കുന്നത് ഇതാണ് നീതി. നീതി എന്ന് പറഞ്ഞാൽ ഇതാണ് അവർക്ക്. മറ്റുള്ളവർക്ക് അനീതിയാണ്, അവർക്ക് ഇതാണ് നീതിയാണ്. ചെറിയ കൂട്ടങ്ങൾക്ക് പണ്ട് ഇവിടെ ഒരു ബേക്കറി ഹർത്താൽ എന്ന് പറഞ്ഞൊരു ഹർത്താൽ ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ഇതൊക്കെ ഈ ചില അക്രമ സമരങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ സമൂഹത്തെ ഷോക്കനോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവരെ പെട്ടെന്ന് പരിഭ്രാന്തരാക്കുക, പേടിപ്പിക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം തുടർന്ന് വരുന്ന അക്രമങ്ങൾക്കും സമരങ്ങൾക്കും എല്ലാം ആളുകൾ മിണ്ടാതെ നിന്നു കൊടുക്കും എന്നുള്ളൊരിതുണ്ട്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള അക്രമി സംഘങ്ങൾ പലപ്പോഴും സമൂഹങ്ങളെ കീഴടക്കുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ പലപ്പോഴും ഈ ഗുജാർ പ്രക്ഷോഭമൊക്കെ പോലെയുള്ള സംഗതി, ട്രെയിൻ പാളം എടുത്ത് മറിക്കുക, ട്രെയിനുകൾ അട്ടിമറിക്കുക, അത് നശിപ്പിക്കുക, മലിനപ്പെടുത്തുക. അപ്പം സാധാരണ സമൂഹത്തിലെ ഏതാണ്ട് ഒരു 90% വരുന്ന ആളുകൾക്കും ഈ വയലൻസ് എന്ന് കേൾക്കുമ്പോഴേ അവർക്ക് അതിന് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ബേസിക്കലി ആളുകൾ ഈ റിസ്ക് അവേഴ്സീവ് ആയിട്ടുള്ള മനുഷ്യരാണ്. പക്ഷെ 10% അങ്ങനെയല്ല. അവർക്ക് ആ സമൂഹത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം അവൻ്റെ കയ്യിലാണ് ആയുധം ഉള്ളത്. അവനാണ് ആയുധം എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്. ഒന്ന് കയ്യിലിരിക്കുന്ന ആയുധവും മറ്റ് ബ്രെയിനിലെ
ഹിംസ ചെയ്യാനുള്ള ആ ഒരു ത്വരയും അതൊരു ആയുധമാണ്. ഇവിടെ സംഭവിക്കുന്ന കാര്യം ഇതാണ്. ആരുടെ മുന്നിൽ നിന്നാണ് ഇവിടെ ഇത് നടപ്പിലാക്കാൻ? ഈ ഒരു ക്യാൻസർ രോഗിക്ക് പോലും വഴി നടക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ ഇത് നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആളുകൾക്ക് അവർ വലിയ ഏതോ ഒരു ഓർത്തോപെഡിക്സ് വിദഗ്ധനെയും അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റ് വിദഗ്ധനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഈ അക്രമിയുടെ മുന്നിൽ വെക്കുകയാണ്.